വെള്ളാപ്പള്ളി നടേശന് മാത്രമാണ് വി ഡി സതീശനുള്ള വിരോധം. അത് തീർത്തും വ്യക്തിപരമായ വിരോധമാണ്. കാരണം അവിടെ കണിച്ചുകുളങ്ങരയിൽ പോയി അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് വന്നിച്ചില്ല എന്നുള്ള ഒറ്റ കാരണത്താലാണ് വി ഡി സതീശനെ അദ്ദേഹം അകറ്റി നിർത്തുന്നത്. ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ കാറിൽ അദ്ദേഹത്തെ കയറ്റിയതിനെ അതിനിശിതമായ ഭാഷയിലായിരുന്നു വി ഡി സതീശൻ വിമർശിച്ചിരുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാനായിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ ഒരു കാരണവശാലും അത്തരത്തിലുള്ള ഒരാളിനെ എൻ്റെ വണ്ടിയിൽ കയറ്റില്ല എന്ന്. മുസ്ലിങ്ങളായിരിക്കും അധികാര ശക്തിയെന്നും ലീഗായിരിക്കും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് തീരുമാനിക്കുന്നതെന്നും ആഭ്യന്തര വകുപ്പിനെ പോലും നിയന്ത്രിക്കാനുള്ള ശേഷി ലീഗിനുണ്ടെന്നും അതായിരിക്കും ഇവിടെ സംഭവിക്കുക എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായി പറഞ്ഞത്. വി ഡി സതീശൻ്റെ പിന്നിൽ ഇത്രയും ആളുകൾ അണിനിരന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം വെള്ളാപ്പള്ളി നടേശനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് തന്നെയാണ്. വെള്ളാപ്പള്ളി നടേശനുമായിട്ട് ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം വി ഡി സതീശൻ ഒരിക്കലും തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ് വി ഡി സതീശൻ്റെ സ്വീകാര്യത. രാജേട്ടാ നമസ്കാരം. രാജേട്ടാ, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് വി ഡി സതീശനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. SNDP ജനറൽ സെക്രട്ടറിയാണ്. എന്നാൽ ഇന്ന് വി ഡി സതീശന് 62 വയസ്സ് പൂർത്തിയാവുന്ന ദിവസമാണ്. ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ ദേശത്തെ വീട്ടിലെത്തി അദ്ദേഹത്തിന് ജന്മദിന ആശംസകൾ നേരുന്നുണ്ട്. അപ്പോൾ ക്ഷണിക്കപ്പെട്ടിട്ടോ ക്ഷണിക്കപ്പെടാതെയോ ഒരു പ്രത്യേക അതിഥി ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് തുഷാർ വെള്ളാപ്പള്ളി എന്നാണ്. NDAയുടെ ഒരു ഘടകകക്ഷിയായിട്ടുള്ള BDJSൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയിട്ടാണ് അദ്ദേഹം. അതിനുശേഷം പുറത്തു വന്നിട്ട് തുഷാർ വെള്ളാപ്പള്ളി പത്രക്കാരോട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വി ഡി സതീശൻ എൻ്റെ പഴയ സുഹൃത്താണെന്നും അതും SNDPയുമായിട്ട് വി ഡി സതീശന് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു നിലപാട് മാറ്റം എന്തിനൊക്കെയോ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ തുടക്കമാണ് എന്നെനിക്ക് തോന്നുന്നു. കാരണം ഇനി അങ്ങോട്ട് കുറച്ച് നാളത്തേക്ക് വി ഡി യുഗമാണ് കേരളത്തിൽ എന്ന് കൃത്യമായൊരു ബോധ്യം ആർക്കുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുഷാർ വെള്ളാപ്പള്ളിക്കുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കാരണം ഏതൊക്കെയാലും ലോകം കണ്ട ഒരു ബിസിനസ്മാനും കൂടെയാണല്ലോ ഈ തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറയുന്നത്. ഒരുപാട് മൈക്രോ ഫിനാൻസിൻ്റെ ഉൾപ്പെടെയുള്ള കേസുകൾ സംസ്ഥാന ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലിരിക്കുന്നു. ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു കുടുംബം കൂടിയാണ് നടേശൻ കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഒരു സന്ദർശനത്തെ? ഇത് എന്തിനു വേണ്ടി തിളക്കുന്ന സാമ്പാറല്ല, വളരെ കൃത്യമായി ആവശ്യത്തിന് വേണ്ടി തിളക്കുന്ന സാമ്പാറാണ് എന്ന് തന്നെയാണ് നമ്മളിതിൽ കാണേണ്ടത്. കാരണം അച്ഛൻ ഉണ്ടാക്കിയ ചില വെറുപ്പുകൾ അല്ലെങ്കിൽ ചില വിരോധങ്ങൾ തീർക്കാൻ വേണ്ടി മക്കൾ ഇടപെടുന്നു എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നതാണ്. കാരണവന്മാരുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളൊക്കെ മക്കൾ പോയി കോംപ്രമൈസ് ചെയ്യുന്നതൊക്കെ. ഇത് അങ്ങനെ ഒരു കോംപ്രമൈസിങ് യാത്രയായിട്ട് വേണം കാണാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൂടിക്കാഴ്ചയായിട്ട് വേണം കാണാൻ. അപ്രതീക്ഷിതമായി എത്തിയതല്ല എന്നും വളരെ പ്ലാൻഡായിട്ട് എത്തിയാണ്. നേരത്തെ തന്നെ മുഖ്യമന്ത്രിയൊക്കെ വിവരം അറിയിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും എത്തിയിട്ടുണ്ടാവുക, തുഷാർ അവിടെ എത്തിയിട്ടുണ്ടാവുക തീർച്ചയായും. കാരണം അദ്ദേഹം ഇപ്പോൾ നിലവിൽ NDAയുടെ കൺവീനറാണ്. കൺവീനർ എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിന് അല്ലാത്ത തന്നെ ഈ വേറെ തരത്തിലുള്ള പലതരത്തിലുള്ള ശക്തികളും അദ്ദേഹത്തിന് കൂടെ ഉണ്ട് നമുക്കറിയാം. അതുകൊണ്ട് അദ്ദേഹം വെറുതെ പോയതല്ല, കൃത്യമായ അജണ്ടയിൽ പോയതാണ് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഇപ്പോൾ തിരഞ്ഞെടുപ്പിന് മുന്നേ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആക്രമിച്ചു എന്ന് പറയുന്നത് അങ്ങനെ വെറുതെ ആക്രമിച്ചതല്ല, കൃത്യമായ രാഷ്ട്രീയ അജണ്ട വെച്ചുകൊണ്ട് ആക്രമിച്ചു എന്നുള്ളതാണ്. അവസാനം പറഞ്ഞത് വെള്ളാപ്പള്ളി പറഞ്ഞൊരു ഏറ്റവും വലിയ പ്രയോഗമുണ്ട്, വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയാൽ കാക്ക മലർന്ന് പറക്കും എന്നായിരുന്നു. കാരണം വെള്ളാപ്പള്ളി നടേശൻ ആരെയൊക്കെ എതിർത്തിട്ടുണ്ടോ അവരൊക്കെ പിന്നീട് വിജയിച്ച് ഭരണത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതായിരുന്നു നമുക്ക് സംശയമില്ല. അദ്ദേഹം ആരൊക്കെ തോൽക്കും എന്ന് പറഞ്ഞോ അവരൊക്കെ ജയിക്കും. അതുകൊണ്ട് എല്ലാ ആളുകളും ഇനി വരും തെരഞ്ഞെടുപ്പുകളിലൊക്കെ വെള്ളാപ്പള്ളി നടേശനോട് പോയി ചോദിക്കുക, ഞാൻ ജയിക്കുമെന്ന് ചോദിക്കുക. അപ്പോൾ താൻ തോൽക്കും എന്ന് പറഞ്ഞാൽ തീർച്ചയായും ജയിക്കും എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ അപ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി ശ്രമിക്കുക, വിജയിക്കാനുള്ള ഒരു മാർഗം അതാണ്. ഇപ്പം പ്രീതി പറ്റിയ എല്ലാ ആളുകളും തോറ്റു തുന്നം പാടുന്ന കാഴ്ച കണ്ടു നമ്മൾക്ക്. അതായത് ഇപ്പം തീർച്ചയായും 3ാം തവണയും പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവുമെന്ന് അദ്ദേഹം വളരെ എല്ലാ ദിവസവും 3 നേരം ഉരുവിട്ടുകൊണ്ടേയിരുന്നു. ഒടുവിൽ എന്താണ് സംഭവിച്ചെന്നുള്ളത് കേരളീയർക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ വി ഡി സതീശൻ പറവൂരിൽ ഒരു കാരണവശാലും നിയമസഭയിൽ പോലും എത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിലൊക്കെ ജയിച്ചു വരുന്നു, മുഖ്യമന്ത്രിയാവുന്നു. ഇനി അഥവാ UDF അധികാരം കിട്ടിയാൽ അത് രമേശ് ചെന്നിത്തലയോ KC വേണുഗോപാലോ ആയിരിക്കും മുഖ്യമന്ത്രിയെന്നും ഒരു കാരണവശാലും വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവില്ല എന്ന് അദ്ദേഹം തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നിരവധി കേസുകളിൽ അകപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ. SNDP യുമായി യാതൊരു വിഷയവും സതീശനില്ല എന്ന് തുഷാർ വെള്ളാപ്പള്ളി പറയുന്നത് കറക്റ്റാണ്. കാരണം SNDP പ്രസ്ഥാനത്തിനല്ല സതീശനോട് വിരോധം, വെറും SNDPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന
വെള്ളാപ്പള്ളി നടേശന് മാത്രമാണ് വി ഡി സതീശനുള്ള വിരോധം. അത് തീർത്തും വ്യക്തിപരമായ വിരോധമാണ്. കാരണം അവിടെ കണിച്ചുകുളങ്ങരയിൽ പോയി അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് വന്നിച്ചില്ല എന്നുള്ള ഒറ്റ കാരണത്താലാണ് വി ഡി സതീശനെ അദ്ദേഹം അകറ്റി നിർത്തുന്നത്. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ കേസുകൾ പലതുണ്ട് എന്ന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. ഈ കേസുകളിലെല്ലാം അപകടകരമാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് കുറച്ചെങ്കിലും സോഫ്റ്റ് കോർണർ കാണിക്കുന്ന നേതാക്കളിൽ ഒരാളാണ് രമേശ് ചെന്നിത്തല എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ അദ്ദേഹം സേഫ് സോണിലാണ് എന്നാണ് അദ്ദേഹം കരുതുന്നത്. പക്ഷേ ഈ സംസ്ഥാന സർക്കാരിൻ്റെ തലവൻ എന്ന രീതിയിൽ വി ഡി സതീശൻ എന്തെങ്കിലും തരത്തിൽ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ കേസിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി നയപരമായ ഒരു തീരുമാനം എടുത്താൽ തീർച്ചയായും ആഭ്യന്തര വകുപ്പിന് അത് അന്വേഷിക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിൽ കർശനമായ നിലപാട് സ്വീകരിക്കേണ്ടി വരും എന്ന് നമുക്കറിയാം. അപ്പം വി ഡി സതീശനും വെള്ളാപ്പള്ളി നടേശനും തമ്മിലുള്ള പോരാട്ടം നമ്മൾ ഏറ്റവും ശക്തമായി കണ്ടത് പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ കാറിൽ അദ്ദേഹത്തെ കയറ്റിയതിനെ അതിനിശിതമായ ഭാഷയിലായിരുന്നു വി ഡി സതീശൻ വിമർശിച്ചിരുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാനായിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ ഒരു കാരണവശാലും അത്തരത്തിലുള്ള ഒരാളിനെ എൻ്റെ വണ്ടിയിൽ കയറ്റില്ല എന്ന്. അതിനെ ന്യായീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പലരും പല രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് പിന്നീട് അത് ശക്തമായ ഒരു പ്രതികരണമായി മാറുകയും ഇത് പിന്നങ്ങോട്ട് ഇലക്ഷൻ വരെ വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായി വി ഡി സതീശനെ ആക്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. യഥാർത്ഥത്തിൽ വി ഡി സതീശൻ പറഞ്ഞായിരുന്നു ശരിയെന്ന് കേരള സമൂഹം വിലയിരുത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ കേരള സമൂഹം വെള്ളാപ്പള്ളി നടേശനൊപ്പമല്ല എന്നുള്ളതായിരുന്നു. ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് നേരെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള പരാമർശങ്ങളുണ്ട്. ഈ പരാമർശങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ CPIM-ന് അനുകൂലമായിട്ട് നിന്ന മുസ്ലിം ന്യൂനപക്ഷത്തെ പോലും CPM-ൽ നിന്ന് അകറ്റുകയും അതോടൊപ്പം തന്നെ UDF-ലേക്ക് മുസ്ലിം വോട്ടുകളുടെ കൺസോളിഡേഷൻ ഉണ്ടാവാനായിട്ട് കാരണമായത് എന്നുകൂടി പറഞ്ഞു വെക്കേണ്ടി. അല്ല, തീർച്ചയായും ഈ വെള്ളാപ്പള്ളി നടേശന്റെ ഓരോ ദിവസമുള്ള തിരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് വി ഡി സതീശനെ അധികാരത്തിലെത്തിച്ചതെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ തുടർച്ചയായി ഈ വി ഡി സതീശനെതിരെ അദ്ദേഹം ആക്രമിച്ചു എന്ന് പറയുന്നതും അതുപോലെ തന്നെ ലീഗിനെയും മുസ്ലിം സമുദായത്തെ മൊത്തത്തിൽ അദ്ദേഹം അധിക്ഷേപിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു നിരന്തരമായി. അപ്പം ലീഗ് ആയിരിക്കും കേരളം ഭരിക്കാൻ പോകുന്നത് എന്നായിരുന്നു. UDF അധികാരത്തിൽ വന്നാൽ തീർച്ചയായും മുസ്ലിങ്ങളായിരിക്കും അധികാര ശക്തിയെന്നും ലീഗായിരിക്കും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് തീരുമാനിക്കുന്നതെന്നും ആഭ്യന്തര വകുപ്പിനെ പോലും നിയന്ത്രിക്കാനുള്ള ശേഷി ലീഗിനുണ്ടെന്നും അതായിരിക്കും ഇവിടെ സംഭവിക്കുക എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായി പറഞ്ഞത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇത്രയേറെ വർഗീയ വിഷം വാരി വിതറിയ മറ്റൊരു സമുദായ നേതാവും ഇല്ല എന്ന് പറയും. കുറച്ചൊക്കെ സുകുമാരൻ നായർക്ക് അതിൽ പങ്കുണ്ടെങ്കിൽ പോലും ഏറ്റവും അപകടകരമായ രീതിയിൽ തുടർച്ചയായി ഏതാണ്ട് ഒരു 5-6 മാസക്കാലം തുടർച്ചയായി വി ഡി സതീശനെതിരെ അതിശക്തമായ ഭാഷയിൽ, ഏറ്റവും മ്ലേച്ഛമായ ഭാഷയിൽ നിരന്തരമായി വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന ഒരു സമുദായ നേതാവായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. തീർച്ചയായും വെള്ളാപ്പള്ളി നടേശൻ ഇപ്പം ഇന്ന് പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശന് വ്യക്തിപരമായി സതീശനോട് യാതൊരു വിയോജിപ്പില്ലെന്നും അദ്ദേഹം മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ തീർച്ചയായും വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയുമായ ഒരു കൂടിക്കാഴ്ച വളരെ സമീപകാല ഭാവിയിൽ തന്നെ ഉണ്ടാവുമെന്നും ഇന്നത്തെ ഒരു വരവ് വളരെ നോർമലായിട്ടുള്ളൊരു വരവാണെന്നും യാതൊരു അജണ്ടയും ഇല്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ പോലും ഇവർ തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ നമുക്കറിയാം. മഹേശൻ്റെ ആത്മഹത്യ, അതുപോലെ തന്നെ കൊല്ലം SN കോളേജിൻ്റെ ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ട് തട്ടിപ്പ് തുടങ്ങി അദ്ദേഹത്തിന്റെ കോളേജിൽ നടന്ന തട്ടിപ്പ്, മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ, 1-2 കേസല്ല, ഇത്തരത്തിലുള്ള നിരവധി കേസുകളുടെ നൂലാമാലയിൽ കിടക്കുന്ന വെള്ളാപ്പള്ളി നടേശന് ഒരു സർക്കാരുമായും യുദ്ധത്തിന് പോകാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഏതെങ്കിലും രീതിയിൽ ഒരു തിരിച്ചടി ഉണ്ടായാൽ അത് വെള്ളാപ്പള്ളി നടേശന്റെ സ്വീകാര്യത പൂർണ്ണമായും ഇല്ലാതാവും. മാത്രമല്ല ഇപ്പോൾ തന്നെ അദ്ദേഹം കോടതിയുടെയൊക്കെ ഒരു വരാന്തയിൽ ചെന്ന് നിൽക്കേണ്ട ഒരു അവസ്ഥയിലാണ് എന്നുള്ളത് എല്ലാവർക്കും. അല്ല, എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുഷാർ വെള്ളാപ്പള്ളിയുടെ ഇന്നത്തെ സന്ദർശനം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയെ തീർച്ചയായിട്ടും നമ്മുടെ കണിച്ചുകുളങ്ങരയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സന്ദർശനം കൂടിയാണത്. കാരണം മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് വെള്ളാപ്പള്ളി നടേശനുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുന്നതിന് വലിയ താല്പര്യമൊന്നും ഇല്ല എന്ന് വേണം നമ്മൾ കരുതാൻ. ഒരിക്കലും പറ്റില്ല. കേരള സമൂഹം വി ഡി സതീശനെതിരെ വെള്ളാപ്പള്ളി ഉയർത്തിയിരിക്കുന്ന നിരവധിയായ ആരോപണങ്ങളും മറ്റ് വിഷയങ്ങളുമൊക്കെ കേരള സമൂഹം കൃത്യമായി വിലയിരുത്തിയിട്ടുണ്ട്. വി ഡി സതീശൻ്റെ പിന്നിൽ ഇത്രയും ആളുകൾ അണിനിരന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം വെള്ളാപ്പള്ളി നടേശനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് തന്നെയാണ്. വെള്ളാപ്പള്ളി നടേശനുമായിട്ട് ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം വി ഡി സതീശൻ ഒരിക്കലും തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ് വി ഡി സതീശന്റെ സ്വീകാര്യത. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഏതെങ്കിലും തരത്തിൽ കണിച്ചുകുളങ്ങരയിൽ വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിലെത്താനുള്ള സാഹചര്യങ്ങൾ തള്ളുകളും ഞാനത് തള്ളുന്നു. വെള്ളാപ്പള്ളി നടേശനും അതുപോലെ തന്നെ വി ഡി സതീശനും ഒരു കൂടിക്കാഴ്ച നടക്കുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നടന്നേക്കാം. പക്ഷേ ഒരു കാരണവശാലും കണിച്ചുകുളങ്ങരയിലെ വീട്ടിൽ ചെന്ന് വി ഡി സതീശൻ
വെള്ളാപ്പള്ളി നടേശനെ കാണും എന്നുള്ള പ്രതീക്ഷ കന്റോൺമെന്റ് ഹൗസിലേക്ക് വെള്ളാപ്പള്ളി ചിലപ്പോൾ നടേശനെ കൊണ്ട് തീർച്ചയായും മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഉറപ്പായും വി ഡി സതീശനെ കാണാനുള്ള അവകാശവും അധികാരവും ഈ വെള്ളാപ്പള്ളിക്കുണ്ട്, സുകുമാരൻ നായർക്കുണ്ട്, ഇവിടെയുള്ള എല്ലാ നായന്മാർക്കും. SNDPയുടെ ഏതെങ്കിലും ഒരു പരിപാടിയിലേക്ക് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും മുഖ്യമന്ത്രി എത്തും. SNDP പ്രസ്ഥാനത്തിന്റെ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് വേണ്ടി വിളിച്ചാൽ തീർച്ചയായും മുഖ്യമന്ത്രി പോകേണ്ടതാണ്. അദ്ദേഹം വി ഡി സതീശൻ എന്നുള്ള ഒരു കോൺഗ്രസ് നേതാവ് മാത്രമല്ല, അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, അത് എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. അത് തീർച്ചയായും SNDP എന്തെങ്കിലും ഒരു ഫംഗ്ഷന് വിളിച്ചു കഴിഞ്ഞാൽ എന്തായാലും വി ഡി സതീശൻ പങ്കെടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ കണിച്ചുകുളങ്ങര വീട്ടിൽ പോയി ഒരു കോംപ്രമൈസിങ് ടോക്ക് നടക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത്തരക്കാരനല്ല വി ഡി സതീശൻ. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. തീർച്ചയായും കാത്തിരിക്കാം.